ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻസിലെ 2 അധ്യാപകർ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ. പുലർച്ചെ കൊടുവള്ളിയിലെ താമസ സ്ഥലത്ത് നിന്നാണ് അധ്യാപകരായ ഫഹദ്, ജിഷ്ണു എന്നിവരെ കസ്റ്റഡിയിലെടുത്തത്. MS സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബ് ഒളിവിലാണ്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇത് കുറെ ദിവസങ്ങളായി ഷുഹൈബ് ഒളിവിലാണ്. ഇപ്പോൾ ഇത് 2 പേരെ അറസ്റ്റ് ചെയ്തതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? കസ്റ്റഡിയിലെടുത്തതായുള്ള വിവരങ്ങൾ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ പോലീസ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് MS സൊല്യൂഷൻസിലെ 2 അധ്യാപകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ 2 പേർക്കും ഫഹദ്, വിഷ്ണു എന്നീ 2 അധ്യാപകർക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും അവർ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഇതേ തുടർന്നാണ് ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുകയും പുലർച്ചെ 4:30 ഇവർ താമസിക്കുന്ന കൊടുവള്ളിയിലെ സ്ഥലത്തെത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് ഇരുവരെയും കൊണ്ടുപോയിരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്യലിന് ഇവരെ വിധേയമാക്കും എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പർ അതേപടി ഈ മാതൃക അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തയ്യാറാക്കിയ ചോദ്യപേപ്പറിന്റെ അതേ മാതൃകയിലുള്ള പ്രഡിക്ഷൻസ് എന്ന പേരിലുള്ള ചോദ്യങ്ങളാണ് വന്നത്. അതും നേരിട്ടല്ലാതെ ഉള്ള ചോദ്യങ്ങളുണ്ട്. അവ ഒരു തരത്തിലും പുറത്തേക്ക് ആളുകൾക്ക് പ്രവചിക്കാൻ കഴിയാത്ത വിധമുള്ള ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളും അതേപടി ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നേരത്തെ ഇവര് മാധ്യമങ്ങളടക്കം ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത് മറ്റു ചില വെബ്സൈറ്റുകളിൽ വന്ന അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിൽ വന്ന ചോദ്യങ്ങൾ പകർത്തി തങ്ങളുടേതായ രീതിയിൽ നൽകിയതാണ് എന്നാണ്. പക്ഷേ ഇക്കാര്യം പോലീസ് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവരെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നത്. എന്തായാലും ഈ ഷുഹൈബ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഒളിവിലാണ്. മുൻകൂർ ജാമ്യത്തിനായുള്ള പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അത് കാര്യമായി ഫലം കണ്ടെത്താത്ത ഒരു സാഹചര്യത്തിലുണ്ട്. ഇയാൾക്കായി തെരച്ചിൽ നോട്ടീസ് അടക്കം പോലീസ് പുറത്തിറക്കിയിട്ടുമുണ്ട്. എന്തായാലും ഈ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്ന അധ്യാപകരിൽ നിന്നും കേസിനെ സഹായിക്കുന്ന നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രതീക്ഷ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.